അപ്പോൾ വർക്കൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് മെറ്റീരിയലൊക്കെ വീട്ടിലിരിപ്പുണ്ടായിരുന്നു. കുറച്ച് എംസാൻഡ്, കുറച്ച് സിമൻറ്റ്, കുറച്ച് ബേബി മെറ്റൽ, കുറച്ച് കട്ടികൂടി മെറ്റലാണ് ഇതൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇത് വെറുതെ ഇങ്ങനെ സൈഡിൽ വെച്ചിട്ട് വേസ്റ്റായി കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ ബ്രൗസ് ചെയ്തൊക്കെ ഞാൻ നോക്കിയപ്പോഴേക്കും കുറച്ച് വീഡിയോസൊക്കെ ഉണ്ട് ഇതും കൊണ്ട് നമുക്ക് ടൈൽ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഞങ്ങൾ കുറച്ച് പണിക്കാരുടെ അടുത്തൊക്കെ ചോദിച്ച് പിന്നെ ബ്രൗസിങ്ങുള്ള കുറച്ചൊക്കെ അറിവൊക്കെ വെച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുവാണ്. ഇതിന് ഞങ്ങൾ മോൾഡൊന്നും വാങ്ങുന്നില്ല, ടൈലിൻ്റെ മോൾഡൊക്കെ ഓൺലൈൻ കിട്ടും, നമ്മളതൊന്നും വാങ്ങിച്ചില്ല. കുറച്ച് മറ്റേ ബയോഡിഗ്രേഡബിളിൻ്റെ ബാഗൊക്കെ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അതിൽ വെച്ചിട്ട് ഒരു 2 ചട്ടി എംസാൻഡും 1 ചട്ടി സിമെൻറ്റും 2 ചട്ടി കല്ലൊക്കെ ഇട്ടിട്ട് ഞങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുവാണ്. ഈ ബാഗിൽ വെച്ചൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്യുക, ഉണങ്ങാൻ വെക്കുക, പിറ്റേ ദിവസം എടുത്ത് നോക്കുക, പിന്നെ കുറച്ച് നേരം വെള്ളത്തിൽ മുക്കി ഇടുക. ഇങ്ങനത്തെ പരിപാടികളാണ്. നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. 7 കല്ല് ഇത്രയും വെച്ച് ഉണ്ടാക്കാൻ പറ്റിയത്. ഇതും കൊണ്ട് നമ്മുടെ ഡ്രൈവേലൊന്നും ഇടാനായിട്ട് പറ്റില്ല, കാരണം 400 കല്ലിന് മേളിൽ വേണം. അതിനുള്ള ടൈമില്ല. എല്ലാ ടൈമിൽ ഇങ്ങനെ കുറച്ചൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ തെങ്ങിൻ്റെ സൈഡിലും വാഴയുടെ സൈഡിലൊക്കെ ഇങ്ങനെ വട്ടത്തിലൊക്കെ വെച്ച് കുറച്ച് നടുക്ക് കുറച്ച് ബേബി മെറ്റലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് നല്ല ഭംഗിക്ക് ഇരിക്കും. പിന്നെ അപ്പുറത്തെ സൈഡിലൊക്കെ വെറുതെ ഇങ്ങനെ ഇട്ടിട്ട് പോവാം. കുറച്ച് ടൈമൊക്കെ ഉള്ളതൊക്കെ വെറുതെ കളയണതിനകത്ത് തന്നെ ഈ മൊബൈലും ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ട് എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഉണ്ടാക്കി നോക്കിയതാണ്. റിസൾട്ട് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഷേപ്പൊന്നുമില്ല, നമ്മൾ പ്ലാസ്റ്റിക്കല്ല ബയോഡിഗ്രേഡബിൾ ബാഗിലാണല്ലോ ഇത് വെച്ചത്. അപ്പോൾ അതിൻ്റേതായ കുറച്ച് ഇതുണ്ട്. പക്ഷേ ഈ നടുക്ക് കല്ലോ മണ്ണലോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗി കഴിക്കും. അപ്പോൾ എന്തായാലും റിസൾട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല സ്ട്രോങ് ആണ് സാധനം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ കേട്ടോ.